നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന അലീന പതിവ് പോലെ തന്നെ തന്റെ ജോലികളൊക്കെ തുടരുവാണ്. ഈ സമയത്തല്ല അലീനയുടെ മനസ്സിൽ രോഹിത് തന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരിക്കലും അവൻ ചെയ്യാൻ പാടില്ലാത്ത താനൊരു സഹോദരിയാണ്, തന്നോടാണ് അവനെ കാര്യങ്ങളൊക്കെ ചെയ്തേ. അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ താൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്താണ്. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. തന്നോട് ഒരിക്കലും അങ്ങനെയും ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. കാരണം തൻ്റെ കയ്യെ കടന്നു പിടിക്കാനൊക്കെ അവൻ ശ്രമിച്ചു. അവനെ അറിയില്ല അവന്റെ മനസ്സിലെ വിചാരം എന്താ, താൻ വെറും ഒരു ജോലിക്കാരി മാത്രമാണ്, താൻ അവന്റെ സഹോദരിയാന്നുള്ള കാര്യം അവനും അറിയില്ലല്ലോ. പക്ഷേങ്കിൽ അലീനയ്ക്ക് ആ കാര്യമൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഹരിശങ്കറിനോട് രോഹിത് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ അവളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് അവൾ അങ്ങനെയൊന്നും അല്ല പെരുമാറിയത്. എനിക്കതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയാം. ഹരിശങ്കർ പറഞ്ഞു, എടാ അതൊക്കെ അവളുടെ വെറും നമ്പർ മാത്രമാണെന്ന് പറയണം. ഈ സമയത്ത് രോഹിത്തിന് ചെയ്ത സംശയം. രോഹിത് പറഞ്ഞു, നീയല്ല പറഞ്ഞേ മോതിരം കൊടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ടോ മോതിരം കൊടുത്തിട്ടുണ്ട്, അത് അവളുടെ കയ്യിലുണ്ടെന്നും പറയാണ്. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിന് പിന്നെ സംശയം. അങ്ങനെയാണെങ്കിൽ തൻ്റെ അടുത്ത് മാത്രം എന്താ അവൾ അങ്ങനെ പെരുമാറിയെന്നൊരു ചിന്ത രോഹിത്തിന് മനസ്സിലൊക്കെ വരുവാണ്. പിന്നീട് ഹരിശങ്കർ ഇടയ്ക്ക് വിളിച്ച് രോഹിത്തിനോട് പൈസ വീണ്ടും ചോദിക്കുകയാണ്. എടാ അടുത്ത ദിവസം തരാം, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമെന്ന് പറയാണ്. രോഹിത്തിനാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട്. രോഹിത്ത് പറഞ്ഞു, ഇനി എങ്ങനെയാ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നത്? കഴിഞ്ഞ തവണ 1000 രൂപ അടിച്ചു മാറ്റിയാൽ അച്ഛന് നല്ല സംശയമുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടെ അന്വേഷണം ചോദ്യമൊക്കെ നടന്ന ഇനിയിപ്പം അങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് പറയാം. എടാ അർജന്റ് ആയതുകൊണ്ടാ, നീ എനിക്ക് എങ്ങനെയാലും തന്നേ മതിയാവുള്ളൂ എന്ന് പറയാ. ഹരിശങ്കർ നീ പൈസ വേറൊന്നിനും വേണ്ടല്ല, അവൻ എത്ര കാമുകിമാരുണ്ടെന്ന് അവന് പോലും അറിയത്തില്ല. ഓരോരുത്തർക്ക് കൊണ്ട് പൈസ കൊടുക്കാനും ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ചോദിക്കുന്നത്. അവന്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് മേടിക്കാവുന്നതിന് മാക്സിമം മേടിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിമാറി നടത്തുന്നത്. രോഹിതാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അവസാനം രോഹിത് പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. രോഹിത് വീണ്ടും എന്ത് ചെയ്യുവാണ്, പണത്തിന് വേണ്ടിയിട്ട് ബാലേന്ദ്രന്റെ പേഴ്സിനകത്ത് നിന്ന് അടിച്ചു മാറ്റുവാണ്. അങ്ങനെ ബാലേന്ദ്രന്റെ പേഴ്സിനകത്ത് വീണ്ടും പണം മോഷണം പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് സംശയമായി. കാരണം ഈയിടെയായിട്ട് ഇത് കൂടി വരിക. കഴിഞ്ഞ തവണ 1000 രൂപയായിരുന്നു, ഈ തവണ അതിനേക്കാളും കൂടിയ പൈസയാണ് മോഷണം പോയിരിക്കുന്നത്. പിന്നീട് ബാലേന്ദ്രൻ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ബബിതയും കൃഷ്ണയും എല്ലാവരും വിളിച്ച് ചോദ്യം ചെയ്യണം. അവരൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. രോഹിത്തിനോട് ചോദിച്ചപ്പോൾ രോഹിതും പറഞ്ഞു ഞാനും എടുത്തിട്ടില്ല എന്ന് പറയണം. രോഹിതും പച്ചക്കള്ളം തന്നെ പറയാണ്. ഈ സമയത്ത് വൈജയന്തിക്ക് പിന്നെ വേറൊന്നും നോക്കാനില്ലായിരുന്നു. അത് അവള് തന്നെ എടുത്തത്. ആ അലീന എന്ന് പറയുന്നവള്. അവളെപ്പോലുള്ളവർക്ക് ഒരുത്തിയൊന്നും വിശ്വസിച്ച് വീട്ടിൽ കയറ്റി കടത്താനായിട്ട് കൊള്ളില്ല. ഇപ്പൊ കണ്ടില്ലേ, ഓർഫനേജിൽ നിന്നൊക്കെ വന്നതല്ലേ, പൈസ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ആക്രാന്തം കൂടി കാണും. അതുകൊണ്ട് അവളെടുത്ത് അടിച്ചു മാറ്റി വെച്ചിരിക്കുമായിരിക്കും എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് ഞാൻ സൗദാമിനി മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം വന്നു. അലീന ഒരിക്കലും ചെയ്യില്ല എന്ന് മുത്തശ്ശിക്ക് അറിയാം. പക്ഷേങ്കില് എല്ലാവരും കൂടെ അലീനയെ കുറ്റപ്പെടുത്തുവാണ്. ഈ സമയത്ത് ബബിത പറഞ്ഞു, അവള് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവളുടെ കൈ കാണുമേ, നമുക്ക് അതൊക്കെ പോയി നോക്കാന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണം, അലീനയുടെ കിടക്കുന്ന മുറി പരിശോധിക്കാൻ അങ്ങോട്ട് വരുവാണ്. ഈ സമയം സൗദാമിനി മുത്തശ്ശി ബബിതയെ കുറെ ചീത്ത പറഞ്ഞു. അതെ, നീയോ അല്ലെങ്കിൽ രോഹിത്തൊക്കെ എടുത്താൽ പോലും ഒരു കാരണവശാലും അലീന എടുക്കില്ലെന്ന് പറയണം. പക്ഷെ ബബിത ഇത് കേട്ടു പറഞ്ഞു, പിന്നെ മുത്തശ്ശിക്ക് ഞങ്ങളെക്കാളും വലുത് ഈ കയറി വന്ന പെണ്ണായിരിക്കും, ഈ ജോലിക്കാരി ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ ചീത്ത പറയാണ്. മുത്തശ്ശിക്കറിയാം അല്ലെങ്കിലും ബബിത വാ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുള്ളെന്ന്. അല്ലെങ്കിൽ അമ്മയുടെ അമ്മയെന്നുള്ള സ്നേഹമോ ബഹുമാനോ കാര്യങ്ങളൊന്നും ബബിതയ്ക്കില്ല. അത് കൃഷ്ണമോൾക്കേ ഉള്ളൂ. പക്ഷെ ബബിതയ്ക്ക് അത് 7 അയൽക്കത്തോടെ പോലും പോയിട്ടില്ല. അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം സൗദാമിനി മുത്തശ്ശിക്ക്. പിന്നീട് ബബിത വന്നിട്ട് അവളുടെ ബാഗൊക്കെ ചോദിക്കുകയാണ്. നിന്റെ ബാഗെന്തിയെ ഇങ്ങോട്ടെടുത്തേ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അലീന പറഞ്ഞു, ഒന്നും ഇല്ല, ഞാനൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെന്ന് പറയാം. നിനക്ക് എന്താ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാഗ് എടുത്ത് പരിശോധിക്കുകയാണ്. ബാഗെടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒന്നും കിട്ടിയില്ല. നീ ഇതിനകത്തല്ല വേറെ എവിടെയിലേക്കായിരിക്കും എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അലീന പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ ഒന്നും എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രനൊക്കെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ബാലേന്ദ്രൻ വന്നിട്ട് ബബിതയോട്, ബബിതെ അവൾ എടുത്തിട്ടുണ്ടായിരിക്കില്ല, നീ വെറുതെ അത് പരിശോധിക്കേണ്ട കാര്യമില്ല, ഇവിടെ അല്ലാതെ വേറൊരിടത്തും കൊണ്ടേ വെക്കത്തില്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവള് എവിടെയാ പൈസ കൊണ്ടേ വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ തുണിയെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിട്ട് ആ ബാഗ് കുടയുവാണ്. കുടയണ സമയത്ത് അതിനകത്തുനിന്ന് ആ സ്വർണ്ണമോതിരം കൂടെ താഴേക്ക് ചാടിയത്. ഒരു നിമിഷം അലീന വരെ ഞെട്ടിപ്പോയി. അലീന കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്. ഹരിശങ്കർ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച സാധനം അത് അതിനകത്ത്.
ഈ സമയത്ത് അലീനയ്ക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഭവിത ഇത് എടുത്തു നോക്കിയപ്പോൾ സ്വർണ്ണമോതിരം. അച്ഛാ ഇത് കണ്ടോ, സ്വർണ്ണമോതിരമാന്ന് പറയാണ്. പെട്ടെന്ന് സൗദാമിനി മുത്തശ്ശി വരെ ഞെട്ടിപ്പോയി. അലീനയോട് ചോദിച്ചു, ഇതെവിടെ നടി മോതിരം, ഇത് നിന്റെ ആണോന്ന് ചോദിക്കുകയാണ്. അലീന അത് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, അല്ല എൻ്റെ അല്ലെന്ന് പറയണം. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വന്നു. വൈജയന്തി വന്നിട്ട് പറഞ്ഞു, സ്വർണ്ണമോതിരം ഇവൾക്കാ. ഇവൾക്ക് സ്വർണ്ണമോതിരം മേടിക്കാൻ പറ്റിയിട്ട് വെള്ളിമോതിരം മേടിക്കാനുള്ള പണം പോലും ഇല്ല. പിന്നെ എങ്ങനെയാ ബാലേന്ദ്ര ഇവള് സ്വർണ്ണമോതിരം മേടിക്കണമെന്ന് ചോദിക്കാം. പിന്നീട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് അടിയെന്ന് ചോദിക്കാം. എനിക്കറിയില്ല എന്ന് പറയാം. പിന്നെ നിനക്കറിയാതെ എങ്ങനെയാ നിന്റെ ബാഗിനകത്ത് വന്നേ? വൈജയന്തിക്ക് സംശയമായി. ഇനി ഇതിനു വേണ്ടിയിട്ടാണോ ഹരിശങ്കർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നേ? ഇപ്പൊ മുറിക്കന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സത്യം പറയടി, നിനക്ക് ആര് സമ്മാനം തന്നാണെന്ന് ചോദിക്കാം. എനിക്കാരും സമ്മാനം ഒന്നും തന്നിട്ടില്ലെന്ന് പറയാണ്. എനിക്കറിയാം, ഇത് മനഃപൂർവ്വം നീ ഒന്നെങ്കിൽ എവിടുന്ന് അടിച്ചു മാറ്റിയതാ, അല്ലെങ്കിൽ എങ്ങനെയോ വന്ന് വെട്ടിട്ടുണ്ട് നിന്റെ കയ്യില്. പിന്നീട് കൃഷ്ണനോടും അവരോടൊക്കെ ചോദിച്ചത്, നിങ്ങളുടെ ആർക്കും നിനക്കൊരു പരിചയമില്ലല്ലോ എന്ന് ചോദിക്കണം. ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. ഈ സമയത്ത് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുത്തശ്ശി ചോദിച്ചു, അലീന ഇത് നിന്റെ മോതിരം അല്ലേന്ന് ചോദിക്കും. എൻ്റെ മോതിരം അല്ല മുത്തശ്ശി, ഇതങ്ങനെ എൻ്റെ ഭാഗ്യം വന്നെന്ന് അറിയത്തുമില്ലെന്ന് പറയണം. പിന്നീട് ബാലേന്ദ്രന്റെ വകയായിരുന്നു. ബാലേന്ദ്രനും ചോദിച്ചു കഴിയുമ്പോൾ അലീന അറിയത്തില്ലെന്ന് തന്നെ പറഞ്ഞേ. പക്ഷെ വൈജയന്തി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. വൈജയന്തി പറഞ്ഞു, ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ. ഇവള് നമ്മളില്ലാത്ത സമയത്ത് ആരെയോ പുറത്തുനിന്ന് വിളിച്ചു വരുത്തുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഓരോന്നൊക്കെ മേടിച്ചു വെക്കുക എന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. അലീനയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അലീന അതിന് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു വൈജയന്തിക്ക്. എന്തായാലും എൻ്റെ ബ്രിസ്താമ്മ ഞങ്ങളെ അങ്ങനെയല്ല പഠിപ്പിച്ച് വിട്ടിരിക്കുന്നേ. മോഷ്ടിക്കാനോ അങ്ങനെ മോശമായ രീതിയിൽ നടക്കാനോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇന്ന് വരെ ഞാനിത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുമില്ല എന്ന് പറയണ. അങ്ങനെ നടക്കേണ്ട ഗതികേടൊന്നും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറയണ. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, നീയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് അറിയായിരുന്നിടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി വളരെ ക്രൂരമായ രീതിയിൽ അലീനയോട് പെരുമാറുവാണ്. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, മതി വൈജയ്, അങ്ങനൊന്നും പറയലെന്നൊക്കെ പറഞ്ഞാലും വൈജയന്തി അതും കേൾക്കാൻ കൂട്ടാക്കില്ല. ആ സമയം കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അലീനയുടെ ആ നിപ്പും പട്ടും കണ്ടപ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് മനസ്സിലായി തൻ്റെ അലീന ചേച്ചി അങ്ങനെയും ചെയ്യത്തില്ല എന്ന്. പക്ഷെ ആ മോതിരം അത് എവിടുന്ന് വന്നു എങ്ങനെ വന്നു അലീനയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് വൈജയന്തി പറഞ്ഞു, നാളെ നേരം വിളിക്കുമ്പോൾ നീ ഇവിടുന്ന് പോയിക്കോളാം, നിന്റെ സേവനമൊക്കെ ഇവിടുന്ന് മതിയെന്ന് പറയാണ്. ഇന്ന് രാത്രി ആയതുകൊണ്ട് നിന്നെ ഇറക്കി വിടുന്നില്ല, പക്ഷെ നാളെ നേരം വിളിക്കുമ്പോൾ തന്നെ നീ ഇവിടുന്ന് പോകണമെന്ന് പറയണം. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് മുത്തശ്ശി അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അലീന അങ്ങനെ തന്നെ പറയണേ, എനിക്കറിയത്തില്ല മോതിരം എങ്ങനെ വന്നെന്ന്. പിന്നീടാണ് അലീനയോട് ചോദിച്ചു, സത്യം പറ, നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോഴാണ് അലീന പെട്ടെന്ന് ഓർക്കുന്നത് ഹരിശങ്കർ ആ മോതിരം കൊണ്ട് വന്ന കാര്യം. അലീന എന്ത് ചെയ്യുവാണ്? പിന്നീട് സൗദാമിനി മുത്തശ്ശിയോട് ആ കാര്യം പറയാണ്. ഇങ്ങനെ ഹരിശങ്കർ മോതിരം കൊണ്ട് കാണിച്ചായിരുന്നു, ഞാനിത് വാങ്ങിയില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുമോ? അലീന എല്ലാവരും കുറ്റക്കാരിയൊക്കെ വെച്ചിരിക്കുന്നല്ലേ, ഇന്നൊരു രാത്രി മാത്രമേ ഉള്ളൂ, നാളെ നേരം വെളുക്കുമ്പോൾ ഇവള് പോലോ എന്ന് ഓർത്തിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അങ്ങനെ മുത്തശ്ശി വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും ഇവിടെ പറഞ്ഞു വിടലെന്നായിരുന്നു മുത്തശ്ശിയുടെ മനസ്സിലെ ചിന്ത. കാരണം മനുശങ്കറാണ് അലീനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ, ബാലേന്ദ്രനും കൂടിയിട്ട്. അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് അവനോടൊരു വാക്ക് പറയണമല്ലോ. മുത്തശ്ശി പിന്നീട് മനുശങ്കറെ വിളിക്കുകയാണ്. ആ സമയം മനുശങ്കർ കൊല്ലപ്പള്ളി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, ലീവിന് വന്നായിരുന്നു. അങ്ങനെ മനുശങ്കറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇന്ന പോലെയാ കാര്യങ്ങളെന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കറിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി. പിന്നെ എന്താണേലും മനുശങ്കർ അലീനെ രക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനുശങ്കർ ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം അലീനെ ബാഗെല്ലാം തന്നെ അടുക്കി പെറുക്കി വെക്കുവാണ്. ഇന്ന് തനിക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ സൗദാമിനി മുത്തശ്ശിയോട് യാത്രയൊക്കെ പറഞ്ഞ് അലീന ഇറങ്ങും. മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അലീന അവിടുന്ന് പോകുന്നതുകൊണ്ട്. പിന്നീട് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടെ ബാലേന്ദ്രനും അങ്ങനെ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു, ഇത്രയും ദിവസം നീ നിന്നല്ലേ, അതിന് വേണ്ടി നിനക്ക് കൂലി വേണ്ടെന്നൊക്കെ ചോദിച്ച് കുറച്ച് പൈസ എടുത്ത് നീട്ടുവാണ്. പക്ഷെ അലീന അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. തന്റെ സ്വന്തം വീട്ടിൽ താൻ ജോലി ചെയ്ത പോലെ അലീനയ്ക്ക് തോന്നിയത്. അതുകൊണ്ട് അലീന വേണ്ടാന്ന് പറയണം. ഈ സമയം ഭവിത പറഞ്ഞു, ഇവള് കുറെ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഇവള് വേണ്ടാന്നൊക്കെ പറഞ്ഞ് അലീനെ കളിയാക്കുകയൊക്കെ ചെയ്യാണ്. പക്ഷെ അലീന അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അലീനെ പോകുന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് അലീന അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് മനു ഇറങ്ങുവാണ്. അങ്ങനെ മനു ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അലീന അങ്ങ് ഇറങ്ങുന്നതണ്ടേ. പിന്നീട് അലീനയോട് ചെങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇവിടുന്ന് പോവാ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് പറയാണ്. കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. കാര്യം ഇതാന്ന് പറയണം. മനുശങ്കറിന് അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നീട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറയണം. ആ കയ്യേലേക്ക് അവിടെ കയറി പിടിച്ചു. നീ തൽക്കാലത്തേക്ക് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയണം. എന്താ പറഞ്ഞേ? അല്ല
തെറ്റ് ചെയ്ത് ആരാന്ന് കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് ചെല്ലുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രനും വൈജയന്തിയൊക്കെ ഇങ്ങോട്ട് നോക്കണം. വൈജയന്തിക്ക് ഒട്ടുമോ സഹിച്ചില്ല. പിന്നീട് അവളവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, നീ എന്ത് പരിപാടിയാണോ മനു കാണിക്കുന്നത്? അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ, നീ എന്തിനാ പിന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ പറഞ്ഞു, അവള് തെറ്റ് ചെയ്തെന്ന് ആന്റിയോട് ആരാ പറഞ്ഞേന്ന് ചോദിക്കും. പിന്നല്ലാതെ അവളുടെ ബാഗിനകത്തുനിന്ന് ആ മോതിരം കിട്ടിയത്, ഒരു മോതിരം അത് എവിടെ നിന്ന് വന്ന് എന്തോന്നൊക്കെ അറിയത്തില്ല എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം മണിശങ്കർ പറഞ്ഞു, അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളങ്ങ് തീരുമാനിച്ചു അത് അവൾ എടുത്താന്നല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തി പറഞ്ഞു, അല്ലാതെ അവൾ എവിടുന്നോ മോഷ്ടിച്ചാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് കുറെ പണമൊക്കെ മോഷണം പോയിട്ടില്ലേ, അതെടുത്ത് ആരാന്നെതിരായിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ഇതുവരെയായിട്ടും അത് ആരാ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയാം. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു, അതിവിടെ ആരും എടുക്കത്തില്ല, അതിവിടെ തന്നെ ആയിരിക്കും എടുത്തതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മോനുണ്ടല്ലോ, മോനെ വിളിച്ച് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ട് ചോദിക്കുക, ആ പണം എടുത്ത ആരാ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ പണം എടുത്തതെന്നൊക്കെ ചോദിച്ചു നോക്കാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഞെട്ടിപ്പോയി. പിന്നീട് മണിശങ്കർ പറഞ്ഞു, നിനക്കൊന്നും അറിയത്തില്ലല്ലേ, മോൻ എന്ത് പരിപാടി ചെയ്തോണ്ടിരുന്നേ, ഇവൻ ഇതൊക്കെ അടിച്ചു മാറ്റി കൊടുത്തോണ്ടെന്ന് ആർക്കാന്നറിയാമായിരുന്നോ? അവനായിരുന്നു, ഹരിശങ്കറിനായിരുന്നു. അവനിട്ട് ഞാൻ കൊടുത്തു, ഒരു 5-6 പിഴ കൊടുത്തപ്പോൾ അവൻ തത്ത പറയുന്ന ഒരു സത്യങ്ങളൊക്കെ അങ്ങോട്ട് പുറത്ത് പറഞ്ഞു. അവനാണ് മോതിരം കൊണ്ടേ ബഹയിനകത്തിട്ട് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിളിച്ചു പറയാണ്. ഒരു നിമിഷം വൈജയന്തി അയാൾക്ക് ഞെട്ടിപ്പോയി. വൈജയന്തി ഇത്രയൊന്നും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. രോഹിത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പോലും പ്രതീക്ഷിച്ചില്ല. ബാലേന്ദ്രനും രോഹിതിന് അന്ന് വരെ തല്ലിയിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് രോഹിതിനെ തല്ലുവാണ്. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിട്ട് നല്ല വിള തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് മണിശങ്കർ പറഞ്ഞു, സ്വന്തം മക്കൾ തെറ്റ് ചെയ്തേനെ വരുന്ന വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന പെൺകുട്ടിയല്ല ശിക്ഷിക്കേണ്ടേ എന്നൊക്കെ പറയണം. ഇവിടെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അറിയാലോ, അത് മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ മുത്തശ്ശി പറഞ്ഞാൽ ഇനി ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടും, അല്ലാത്തടത്തോളം കാലം പറഞ്ഞു വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറയണം. മുത്തശ്ശിക്ക് അലീനെ അവിടെ നിൽക്കുന്നതിനോട് താല്പര്യം. മുത്തശ്ശിയാണല്ലോ മണിശങ്കറെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തേ. അങ്ങനെ അലീനെ വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും വൈജയന്തിക്കും പിന്നെ ഹരിശങ്കറിൻ്റെ അസുഖത്തിനുള്ള പണി കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.